ഇതൊരു റിസോർട്ടാണ്, കണ്ടത്ത് തറവാട് എന്ന് പറയും. ആ റിസോർട്ടിന്റെ ഗേറ്റാണ് ഈ കാണുന്നത്. ഇത് പാലക്കാട് ജില്ലയിലെ തേങ്കുറിശ്ശി പഞ്ചായത്തിലാണ്, ഇലമന്നം എന്ന സ്ഥലത്താണിത്. ഇവിടെയാണ് 2011 പാലക്കാട്ടുകാരിയായിട്ടുള്ള BBC റിപ്പോർട്ടായിട്ടുള്ള സുപ്രിയ മേനോന്റെ വിവാഹം, പൃഥ്വിരാജിന്റെ വിവാഹം നടന്നത്. അതിന്റെ റിസോർട്ടിലേക്ക് ഒരുപാട് വിദേശികളടക്കം സാധാരണ വരാറുണ്ട്. ഇതാണ് ആ റിസോർട്ടിലേക്കുള്ള വഴി. ഇതാണ് റിസോർട്ട്. ഇതാണ് ആ റിസോർട്ടിലേക്ക് വഴി. ഒരുപാട് വിദേശികളും ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വന്ന് താമസിക്കാറുണ്ട്. ഇത് 4 കെട്ട് പറയാം അല്ലേ? 8 കെട്ടല്ലേ? ഇതിനെന്താ പറയാ നമ്മള് ഈ സ്ഥലത്ത്? ഇതന്നെ 4 കെട്ട് എന്ന് പറയും. നമ്മൾ 4 ഇവിടെ ഇങ്ങനെ വെള്ളം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒഴിയും. അതേപോലെ അപ്പുറത്തുണ്ട്. അപ്പൊ 4 ഭാഗത്തുള്ള കെട്ട് അല്ലേ? അതെ 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 അതെ. പിന്നെ സ്റ്റെപ്പ് ഉണ്ട്. സ്ഥലം ഇത് 1794 അല്ലേ? 200 അല്ല, 300. അപ്പം 300 വയസ്സ് പഴക്കം. 300 വയസ്സ്. ഇത് കിച്ചണ അല്ല? ഇതിപ്പോ ഒരു ഫാമിലിക്കല്ലേ കൊടുക്കാൻ പറ്റുക എല്ലാം കൂടി അല്ലേ? ആ, വലിയ റൂം. 2 അവിടെ. വർഷം 300 വർഷം. 1794 എന്നാ കണ്ടത്. 230. ഇതാണ് ശരിക്കുമുള്ള എൻട്രൻസ് അല്ലേ? ഫസ്റ്റ് അവിടെ ഇത് തന്നെ അവിടെ ഡോറ് കാണണം. ഈ ഡോറ് ഇത് പുറത്തേക്ക് ഇതിലേക്ക് വേണ്ടിട്ടാണ്, താളത്തിലേക്ക്. അങ്ങനെ വന്നാൽ കൂടെ 300 വർഷം. അല്ല, അത് വേറെ കണ്ടത്തിൽ വേറെ, കൊണ്ടത്ത് വേറെ. അത് നമ്മുടെ കണ്ടാത്താണ്. കണ്ടാത്ത് എങ്ങനെ കണ്ടെത്തിയത്, അതാണ് കണ്ടാത്ത്. അച്ഛനായിട്ട് തന്നെ പഠിപ്പിക്കാൻ അയച്ചത് തന്നെയാണ്. അപ്പൊ പിന്നെ അത് കണ്ടിന്യൂ ചെയ്തില്ല ബിസിനസ്? അല്ല, അവിടെ നമ്മുടെ ഒരു ബ്രദർ മരിച്ചു. അപ്പൊ തിരിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി തിരിച്ചു വന്നു. അവിടുത്തെ വൈൻഡപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഹരിദാസ് എന്ന് പറയും. പിന്നെ സുധേവൻ പറയുന്നത് സുധേവൻ അച്ഛൻ. അച്ഛനാണ്. ആ മൂപ്പരെ കുറിച്ച് നന്നായി കേട്ടോ. എന്റെ ചെറുപ്പത്തിലൊക്കെ രണ്ടാം സുധേവൻ ഈ ബസ്സുകളൊക്കെ മൂപ്പര. പിന്നത്തെ ബിസിനസ് ഉണ്ടായിരുന്നു ഇവിടെ? ഇവിടെ സ്റ്റിറ്റ് കമ്പനി ഉണ്ടായിരുന്നു, ബാങ്ക് ഉണ്ടായിരുന്നു, പിന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങി.
പിന്നീട് അത് കമ്മിയായി വന്നു ബിസിനസ്. അല്ല, ബിസിനസ് കുറച്ച് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ആയിട്ട് ബസ് കംപ്ലീറ്റ് പുതിയ നിയമം വന്നപ്പോൾ നിർത്തേണ്ടി വന്നു. പിന്നെ സ്റ്റാഫിനെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ബസ്സിനെ കൊടുക്കുന്നുണ്ടാവും. അതായത് മോള് ഒരു മോനും. മോള് ദുബായിൽ ടീച്ചറാണ്, മോൻ ബാംഗ്ലൂർ DJ. ഇതുമായിട്ട് ഇങ്ങനെ കൂടിയിരിക്കണം. മെയിൻ്റെനൻസ് വളരെ കൂടുതലാണ്. അല്ല, മെയിൻ്റെനൻസ് ഇല്ലേ. അപ്പോൾ ഇത് വീട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു ബിസിനസ് ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രോപ്പർട്ടി തന്നെ പൈസ ജനറേറ്റ് ചെയ്തിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാം. അതാണ് ഈ ഹോം സ്റ്റേ തുടങ്ങാൻ കാരണം. ഇത് നിലനിർത്തണം. എന്തുകൊണ്ടാണ് നിലനിർത്തണം തോന്നുന്നത്? തറവാട് നിലനിർത്തുന്നത്. ഒരാൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമ്മൾ അയാളുടെ അടുത്ത് കൂടുതൽ പറയത്തുള്ളൂ. ഈ നോവൽ ഒരു സ്ഥലത്ത് അർബാബ് നജീബിനെ പേടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ദയ നോവലിന്റെ ഭീകരതയുടെ റെക്കോർഡ് പൈസ ഇതാണല്ലോ ഇപ്പൊ ഉണ്ടാവും. ഒരു ഫ്രാൻസിൽ നിന്ന് വരുന്ന മദാമയൊക്കെ ഒരു മദാമ വരും, എല്ലാ വർഷവും വരും ഇവിടെ. 10-17 കൊല്ലമായിട്ട് അതപ്പോ വന്ന് പോയേ ഉള്ളൂ. ഇപ്രാവശ്യം 2 അവിടെ വന്ന് സ്റ്റേ ചെയ്യും. അത് ഈ ഉത്സവത്തിൽ അല്ലല്ല, അവർക്ക് ഈ ഉത്സവങ്ങൾ കാണാൻ വലിയ ഇൻട്രസ്റ്റ് ആണ്. ഈ പൃഥ്വിരാജിന്റെ കല്യാണം ഏത് വർഷമായിരുന്നു? 5 വർഷം കൊല്ലം ചോദിച്ചു. എങ്ങനെ ഇവിടെ വരാൻ കാരണം അതൊന്ന് പറയോ? അതായത് അതിന്റെ വൈഫ് വന്നിട്ട് ഇവിടെ ചെന്നിരുന്നാറില്ലായിരുന്നു. അപ്പൊ അവർക്ക് സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലവും വേണം, നല്ലൊരു സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ വന്നു. പ്രിയ മേനോൻ. ഇവിടെ അപ്പൊ എത്ര പേര് പങ്കെടുത്ത്? അന്ന് അവരുടെ കല്യാണത്തിന് അവർ കുറച്ചു പേരും കുറെ 40ഓളം ഫോട്ടോഗ്രാഫേഴ്സാണ് ഉണ്ടായിരുന്നത്. കല്യാണത്തിന് അവരുടെ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നത്, കുറച്ചു പേരുണ്ടായിരുന്നു. ഫംഗ്ഷൻ ചെറുതായിരുന്നു. ഫംഗ്ഷൻ ഇവിടെ വെച്ചിട്ടായിരുന്നു നടന്നത്. എന്നാലും കുറെ ആൾക്കാരുണ്ടായിരുന്നു. പൃഥ്വിരാജിന്റെ അവരെല്ലാം ഉണ്ടായിരുന്നു, അവരുടെ അമ്മ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ ഇവിടെ തന്നെ കൊടുത്ത്? പക്ഷെ അവർ 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ദിവസം ഭക്ഷണം നമ്മൾ തയ്യാറാക്കുകയാണോ? നമ്മൾ തയ്യാറാക്കി, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തയ്യാറാക്കി കൊടുക്കും. നാടൻ. അതെ അതെ അതെ, നാടൻ. നോൺ ഉപയോഗിക്കില്ലല്ലോ ഇവിടെ? പറഞ്ഞാൽ അതിനുശേഷം പൃഥ്വിരാജ് വന്നിരുന്നു അവിടെ? അതിനുശേഷം ഒരു പ്രാവശ്യം വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആളെന്താ അഭിപ്രായം അതിനെക്കുറിച്ച്? ഇവിടുത്തെ പുള്ളി അഭിപ്രായം പറഞ്ഞോ? അത് കാരണം ഇവിടെ എല്ലാവരും വന്ന് കാണുവാനും ഫേമസ് ആയി. ഇതൊക്കെ നേരത്തെ ഉള്ള പോലെ തന്നെയാണ്, എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഇതൊക്കെ മാറ്റം വരുത്തിയാണല്ലോ. പഴയ കാലത്ത് കുറേയൊക്കെ അവിടെ ഇതെല്ലാം കറക്റ്റ് തന്നെയാണ്. കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ കുളമുണ്ട് വരും. ഇതൊരു ഓപ്പൺ ഓഡിറ്റോറിയാണ്, അത് അപ്പുറത്ത്. അതിപ്പോൾ ഇവിടെ കുളം എന്താ ഉദ്ദേശിച്ചത്? പഴയ കുളം അല്ലേ? നികത്തിയില്ല അത്. വേണ്ടിയിട്ട് ഇവർക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റുമോ? അതെ, ഇവർക്ക് ഇറങ്ങി കുളിക്കാൻ വേണ്ടിയിട്ടുള്ള കുളമായിരുന്നു. കുളിക്കാറുണ്ടോ അപ്പൊ എവിടെ? ഈ വിദേശികളെ വന്നിട്ട്? അല്ല, അവര് കുളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തെങ്കിലും ബുദ്ധിമുട്ടാവുമല്ലോ. അത് റോഡിലേക്കുള്ള വഴിയാ. അതെന്താ ബിൽഡിംഗ് ഒക്കെ അവിടെ? അത് അവിടെ ബിൽഡിംഗ് കെട്ടാന്നുള്ള പരിപാടിയിലാണ്. ചെയ്തിട്ട്. ഓ ശരി. ഇത് പുതിയ അതായത്